ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വ്യാഴം സ്ഥാനം മാറുകയാണ്. ഈ വരുന്ന ഒക്ടോബർ 18 ശനിയാഴ്ച, തുലാമാസം 1-ാം തീയതി. അന്നു മുതൽ 45 ദിവസത്തേക്ക്, അതായത് 2025 ഡിസംബർ 5 വരെയാണ് വ്യാഴത്തിൻ്റെ ആ ഒരു മാറ്റം വരുന്നത്. ആ ഒരു സമയത്ത് നമ്മുടെ ഓരോ നക്ഷത്രക്കാരുടെയും ഫലം എന്താണെന്നും അതേപോലെ തന്നെ അവരെന്താണ് ചെയ്യേണ്ടതെന്നും, പൊതുവായി ദോഷമുള്ളവരാണെങ്കിലും ഗുണമുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ദോഷകാഠിന്യം എങ്ങനെ കുറയ്ക്കാമെന്നും, ഇനി ഗുണമുള്ളവർ ആ ഗുണത്തെ ഒന്നും കൂടി എങ്ങനെ കൂട്ടാമെന്നും അതിനുവേണ്ടി ചൊല്ലേണ്ടുന്ന ഒരു ചെറിയ മന്ത്രവുമാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, വ്യാഴം പിഴച്ചാൽ സർവ്വതും പിഴച്ചു. സർവേശ്വരകാരകനാണ് വ്യാഴമെന്ന് പറയുന്നത്. വ്യാഴം നമുക്ക് അനുകൂലമാണെന്നുണ്ടെങ്കിൽ എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യങ്ങളും നമ്മളെ തേടി വരും. പൂയം നക്ഷത്രത്തിൽ നമ്മൾ ചെയ്യുന്ന പൂജകളൊക്കെ വ്യാഴത്തിൻ്റെ പ്രീതി ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു വ്യാഴമാറ്റം എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് ഗുണപ്രദമാണ്. കാരണം വ്യാഴം അതിൻ്റെ സ്വന്തം ക്ഷേത്രത്തിലോട്ടാണ് മാറാൻ പോകുന്നത്, മിഥുനത്തിൽ നിന്നും കർക്കിടകത്തിലോട്ട്. എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം, ഞാൻ എപ്പോഴും പറയാറുണ്ട്, വ്യാഴം കർക്കിടകത്തിൽ ഉച്ചത്തിലാണ്. അതായത് ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നത് സ്വന്തം രാശിയിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിലുള്ള ഗുണാനുഭവങ്ങൾ ലഭിക്കും. ഇപ്പം കണ്ടകശനി, ഏഴരശനി ഒക്കെ മൂലം കഷ്ടപ്പെടുന്നവനാണ് നിങ്ങളെങ്കിൽ പോലും വ്യാഴത്തിൻ്റെ ഈ ഒരു മാറ്റം നമുക്ക് ആ ഒരു ദോഷത്തെ കുറച്ച് അനുകൂലമായിട്ടുള്ള ഫലങ്ങളെ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ ആർക്കൊക്കെയാണ് വ്യാഴം നല്ലത് മോശം എന്നതിനേക്കാൾ കൂടുതൽ ഞാനിവിടെ എല്ലാ രാശികളെയുമാണ് പറയുന്നത്. വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് ഞാൻ പറയില്ല, പക്ഷേ ഗുണവും ദോഷവും ഉള്ളത് ആർക്കാണെന്നും നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതും മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ ഇതൊരു പൊതുഫലമാണ്, നമ്മൾ പറയുമ്പോൾ അതും കൂടി പറയണം. നമ്മൾ ജനിച്ച സമയവും ആ സമയത്തെ രീതികളും ഒക്കെ വെച്ച് നോക്കുമ്പോഴേ നമുക്ക് ഡീറ്റെയിലിംഗ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ. ഇത് പൊതുഫലം എന്ന് പറഞ്ഞാൽ പോലും ഞാൻ ഈ പറയുന്നതിൽ നിങ്ങൾക്കൊരു 40% ഇഫക്റ്റ് ആകും. കാരണം വ്യാഴം തൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണമെന്ന് പറയുന്നത് വളരെ വളരെ കൂടുതലായിരിക്കും. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മൾ മണ്ണിൽ പുതഞ്ഞു കിടക്കുന്ന ഒരു വജ്രം, അത് അവിടെ കിടന്നാൽ ചെളി പിടിച്ച് കിടക്കും. നമ്മളത് നമ്മുടെ കയ്യിലെടുത്ത് അതിനെ ഉരുക്കി നേരെയാക്കി ദിവസവും തുടച്ച് മിനുക്കി വെച്ചാൽ അത് വെട്ടിത്തിളങ്ങിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെയാണ് പ്രാർത്ഥനകൾ കൊണ്ട് നമുക്ക് എന്തൊരു ദോഷമുണ്ടെങ്കിലും അതിനെ മാറ്റാനും പറ്റും. നമുക്ക് ഗുണമാണെന്നുണ്ടെങ്കിൽ പ്രാർത്ഥന വഴി ആ ഗുണത്തെ നമുക്ക് ഇരട്ടിയാക്കി മാറ്റാനും സാധിക്കും. ആദ്യത്തെ രാശിയായ മേടം രാശി എന്ന് പറയുന്നത് അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ 1/4 ഭാഗമടങ്ങുന്ന മേടം രാശിയാണ്. മേടം രാശിക്ക് വ്യാഴം ഇത്രയും നാൾ 3-ലായിരുന്ന വ്യാഴം 4-ലോട്ടാണ് മാറുന്നത്. ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമാണ്, അതായത് 50% ഗുണവും 50% ദോഷവുമാണ്. ഇവർ വളരെയധികം ശ്രദ്ധിച്ചു വേണം ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട്. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ദോഷകാഠിന്യം മാറാൻ വേണ്ടിയിട്ട് വ്യാഴാഴ്ച ദിവസങ്ങളിൽ ദാനം കൊടുക്കുന്നത് വളരെ വളരെ നല്ലതാണ്. ഗുണമുള്ളവരാണെങ്കിലും നിങ്ങളുടെ ആ ഒരു ഗുണത്തെ കൂട്ടിയെടുക്കാൻ വ്യാഴാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾ ദാനം കൊടുക്കുന്നത് നല്ലതാണ്. ഓരോ രാശിക്കാരും എന്ത് ചെയ്യണമെന്നുള്ളതും പൊതുവായിട്ട് എല്ലാവരും എന്ത് ചെയ്യണമെന്നുള്ളത് ഞാൻ ലാസ്റ്റിൽ പറയാം. ഇനി അടുത്ത രാശിയായിട്ടുള്ള ഇടവം രാശിക്ക് ഇത്രയും നാൾ വ്യാഴം 2-ലായിരുന്നു. 2-ൽ നിന്ന് വ്യാഴം 3-ലോട്ടാണ് മാറുന്നത്. 3-ൽ വരുന്ന വ്യാഴം അത്ര നല്ല ഗുണം അല്ല നമുക്ക് തരുന്നത്. ഇടവം രാശിയിൽ ഉൾപ്പെടുന്നത് കാർത്തികയുടെ അവസാനത്തെ 1/4 ഭാഗവും രോഹിണി, മകയിരത്തിൻ്റെ ആദ്യത്തെ കുറച്ച് ഭാഗങ്ങളുമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുവല്ലോ, അവർക്ക് അത്ര നല്ലതല്ല. അവർ വാഹനം ഉപയോഗിക്കുമ്പം ശ്രദ്ധിക്കണം, പൈസ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, അതേപോലെ തന്നെ വാക്കുകൾ ഉപയോഗിക്കുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കണം. നിങ്ങൾ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ശിവനെയും വിഷ്ണുവിനെയും ഒരുമിച്ച് പ്രതിഷ്ഠിച്ചിരിക്കുന്ന ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ്. അങ്ങനെ ഇല്ല എങ്കിൽ 54 തവണ ഓം നമഃശിവായ എന്നുള്ള മന്ത്രവും 54 തവണ ഓം നമോ നാരായണായ എന്നുള്ള മന്ത്രവും ജപിക്കുന്നതും നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ തരും. ഇനി അടുത്തത് മിഥുനം രാശി.
ഇത്രയും നാൾ വ്യാഴം മിഥുനത്തിലായിരുന്നു. ഇനി വ്യാഴം മാറുന്നത് മിഥുനത്തിൽ നിന്ന് തൻ്റെ സ്വന്തം ക്ഷേത്രത്തിലോട്ടാണ്. ഈ ഒരു വ്യാഴമാറ്റം കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണമുണ്ടാകുന്ന രാശിയാണ് മിഥുനം എന്ന് പറയുന്നത്. മിഥുനത്തിന് ആക്ച്വലി ഇപ്പോൾ കണ്ടകശനി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. പക്ഷേ ഈ ഒരു രാശിമാറ്റം മിഥുനത്തിന് വളരെ വളരെ നല്ല ഫലങ്ങൾ തരും. നല്ല രീതിയിലുള്ള ധനവരവുണ്ടാകും. വീട്, സ്വത്ത്, കാറ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വന്തമാക്കാൻ പറ്റുന്ന സമയമാണ്. പക്ഷേ വാക്കുകൾ എപ്പോഴും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ വിഷ്ണു സഹസ്രനാമം വ്യാഴാഴ്ച പാരായണം ചെയ്യുന്നതും മഞ്ഞ കളറിലെ വസ്ത്രങ്ങൾ ധരിക്കുന്നതും അതേപോലെ തന്നെ ശ്രീകൃഷ്ണസ്വാമി വിഷ്ണുസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും ഈ ഗുണഫലങ്ങളെയൊക്കെ കൂട്ടാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നിങ്ങൾ കഴിയുന്നതും എപ്പോഴും നാരായണനാമം ജപിക്കുന്നത് നിങ്ങളുടെ ഈ ഫലത്തെ ഇരട്ടിച്ച് തരാനായിട്ട് ഉതകുന്ന കാര്യങ്ങളാണ്. മിഥുനം രാശിയിൽ ഉൾപ്പെട്ട നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ അവസാനത്തെ 3/4 ഭാഗവും തിരുവാതിരയും പുണർദത്തിൻ്റെ ആദ്യത്തെ 1/4 ഭാഗവുമാണ്. അടുത്തതായി കർക്കിടകം രാശിയാണ്. പുണർദത്തിൻ്റെ ആദ്യത്തെ 1/4 ഭാഗം, പൂയം, ആയില്യം അടങ്ങിയ ഈ രാശി ജന്മരാശിയിലാണ് വ്യാഴം ഇപ്പോൾ മാറുന്നത്. ജന്മരാശി എന്ന് പറയുന്നത് നമുക്കത്ര നല്ല ഫലങ്ങൾ തരില്ല. പക്ഷേ വ്യാഴം ഉച്ചസ്ഥിതിയിലായതുകൊണ്ട് തന്നെ ഗുണം നമുക്ക് കൂടിയിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, കർക്കിടകം രാശി തൻ്റെ പ്രിയപ്പെട്ട ക്ഷേത്രത്തിലോട്ട് വ്യാഴം മാറുമ്പോൾ വ്യാഴം ഉച്ചസ്ഥിതിയിലായതുകൊണ്ട് തന്നെ വ്യാഴം നമുക്ക് നല്ല ഫലങ്ങൾ തന്നിരിക്കും. സാധാരണ മാറുന്നതിനേക്കാൾ കൂടുതൽ ഗുണഫലങ്ങൾ ഇപ്രാവശ്യം നിങ്ങൾക്ക് കൂടുതലായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് വ്യാഴാഴ്ച നാരങ്ങ, മഞ്ഞൾ ഇവയൊക്കെ ദാനം കൊടുക്കുന്നത് വളരെ വളരെ നല്ലതാണ്. ഒപ്പം തന്നെ വ്യാഴാഴ്ച വ്രതമെടുക്കുന്നതും വിഷ്ണു ക്ഷേത്രം ദർശിച്ച് ഭഗവാന് പാൽപായസ വഴിപാട് കഴിപ്പിക്കുന്നതും നിങ്ങളുടെ ദോഷഫലങ്ങളെ കുറച്ച് ഗുണഫലങ്ങളെ കൂട്ടിത്തരും. അടുത്തത് ചിങ്ങം രാശിയാണ്. മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ 1/4 ഭാഗം അടങ്ങിയ ചിങ്ങം രാശിയിൽ ഉൾപ്പെട്ടവർക്ക് വ്യാഴം 11-ൽ നിന്ന് 12-ാം ഭാവത്തിലോട്ടാണ് മാറുന്നത്. ആക്ച്വലി 12-ാം ഭാവത്തിൽ വ്യാഴം അത്ര സപ്പോർട്ടല്ല നമുക്ക്. പക്ഷേ വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥിതി നല്ല ഫലങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ദൈവാധീന കുറവ് നല്ല രീതിയിൽ അനുഭവപ്പെടും. അതുകൊണ്ട് തന്നെ ദൈവാധീനം വർദ്ധിപ്പിക്കാൻ ഓം നമോ നാരായണായ എന്നുള്ള മന്ത്രം എല്ലാ ദിവസവും 108 പ്രാവശ്യം ജപിക്കുന്നതും അതേപോലെ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതും കേൾക്കുന്നതും ദൈവാധീനത്തെ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. കഴിയുമ്പോഴൊക്കെ വിഷ്ണു കൃഷ്ണ ക്ഷേത്രങ്ങൾ ദർശിക്കുന്നത് വളരെ വളരെ നല്ലതാണ്. അടുത്തതായി കന്നിരാശിയാണ്. കന്നിരാശിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഉത്രത്തിൻ്റെ ആദ്യത്തെ 3/4 ഭാഗം, അത്തം, ചിത്രയുടെ ആദ്യത്തെ പകുതി. ഇവർക്ക് ഇപ്പോൾ കണ്ടകശനിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 10-ൽ നിൽക്കുന്ന വ്യാഴം 11-ലോട്ടാണ് മാറുന്നത്. 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും മംഗളകരമായി നടന്നു കിട്ടും എന്നുള്ളതാണ്. അതുമാത്രവുമല്ല, കന്നിരാശിയിൽ വ്യാഴം ഹംസയോഗപ്രദനായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലും, അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെയധികം പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് നടന്നു കിട്ടും. വ്യാഴാഴ്ച വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് ഭഗവാന് നെയ്ദീപമോ തുളസിയിലയോ സമർപ്പിച്ചാലും നിങ്ങൾക്ക് ഉള്ള ഈ ഭാഗ്യത്തെ നിങ്ങൾക്ക് ഇരട്ടിയാക്കി എടുക്കാൻ സാധിക്കും. അടുത്തത് തുലാം രാശിയാണ്. ചിത്രയുടെ ബാക്കി ഭാഗം, ചോതി, വിശാഖത്തിൻ്റെ 3/4 ഭാഗം അടങ്ങിയ തുലാം രാശിക്കാർക്ക് 9-ൽ നിന്ന് 10-ലോട്ടാണ് വ്യാഴം മാറുന്നത്. 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കർമ്മസ്ഥാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. അത്ര നല്ല ഫലങ്ങളല്ല. പക്ഷേ വ്യാഴം തൻ്റെ ഉച്ചക്ഷേത്രത്തിലായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ തരും. അതുമാത്രവുമല്ല, വ്യാഴത്തിൻ്റെ ദൃഷ്ടി 2, 4, 6 എന്നീ ഭാവങ്ങളിലോട്ട് ശുഭദൃഷ്ടിയായിട്ട് പതിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കും. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ജോലി കാര്യത്തിൽ കുറച്ച് ശ്രദ്ധിക്കണം. ജോലിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായി ജോലി മാറാനായിട്ട് നോക്കരുത്. ഈ ഒരു 42 ദിവസം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ പിടിച്ചു നിൽക്കാനായിട്ട് ശ്രമിക്കണം. കാരണം കർമ്മ മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ യാത്രകൾ വേണ്ടിവരും. ഒപ്പം തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഗുണം കൂട്ടിയെടുക്കാനായിട്ട് സാധിക്കും. കാരണം വ്യാഴത്തിൻ്റെ ശുഭദൃഷ്ടി ഉള്ളതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, എപ്പോഴും പറയുന്നത് പോലെ വ്യാഴാഴ്ചകളിൽ മഞ്ഞ കളറിലെ വസ്ത്രം ധരിക്കാനോ എപ്പോഴും മഞ്ഞ കളറിലെ ഒരു ടവൽ കയ്യിൽ കരുതാനോ ശ്രമിക്കുന്നത് വളരെ നല്ലതാണ്.
വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും കഴിയുന്നവരും വ്യാഴാഴ്ചകളിൽ വ്രതമെടുക്കുന്നതും വളരെ നല്ല ഫലങ്ങൾ തരും. അടുത്തത് വൃശ്ചികം രാശി. വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട ഈ നക്ഷത്രങ്ങൾ ഉൾപ്പെട്ട വൃശ്ചികം രാശിക്കാർക്ക് വ്യാഴം 8-ൽ നിന്ന് 9-ലോട്ടാണ് മാറുന്നത്. അവർക്ക് ഇത്രയും നാൾ വ്യാഴം 8-ലായിരുന്നു. വളരെ വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്ന അവരിനി അവരുടെ ഭാഗ്യഭാവത്തിലോട്ടാണ് വ്യാഴം മാറുന്നത്. വളരെയധികം ഭാഗ്യം കൂടിയിരിക്കും, ദൈവാധീനം കൂടിയിരിക്കും, ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് നടക്കും. അവർ ചെയ്യേണ്ടത് അവരുടെ പേരിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം കഴിപ്പിക്കുക, അതേപോലെ തന്നെ ഭഗവാന് തുളസിയില, പാൽപായസം കഴിപ്പിക്കുക, തൃക്കൈവെണ്ണ കഴിപ്പിക്കുന്നത്, ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ മന്ത്രങ്ങൾ ജപിക്കുന്നതും, ഒപ്പം തന്നെ എല്ലാ ദിവസവും ഒരു തുളസിയില വീതം ഓം നമോ നാരായണായ എന്നുള്ള മന്ത്രം ചൊല്ലി കഴിക്കുന്നതും ഭാഗ്യത്തെ കൂട്ടിത്തരിക തന്നെ ചെയ്യും. അടുത്തത് ധനുരാശിയാണ്. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗമടങ്ങിയ ധനുരാശിക്കാർക്ക് 7-ൽ നിന്നും 8-ലോട്ടാണ് വ്യാഴം മാറുന്നത്. ഈശ്വരാധീനം കുറയുന്ന സമയമാണ് വരുന്നത്. പക്ഷേ എപ്പോഴും പറയുന്നത് പോലെ വ്യാഴം തൻ്റെ ഉച്ചക്ഷേത്രത്തിലായതുകൊണ്ട് തന്നെ വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല. ഈശ്വരാധീനം വർദ്ധിപ്പിക്കണം, അതിന് നാമജപം കൂട്ടണം, വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കണം. ഇത് രണ്ടും സാധിക്കാത്തവർ കഴിയുന്നതും ക്ഷേത്ര ദർശനം തീർച്ചയായും ആഴ്ചയിൽ ഒരു 2-3 ദിവസങ്ങളിൽ മസ്റ്റായിട്ട് ചെയ്യണം. അതുപോലെ തന്നെ പശുക്കൾക്ക് ദാനം ചെയ്യുന്നത്, എന്തെങ്കിലും പുല്ലോ വൈക്കോലോ ഫ്രൂട്ട്സോ പഴങ്ങളോ എന്തെങ്കിലും പശുക്കൾക്ക് ദാനം ചെയ്യുന്നതും വളരെ വളരെ നല്ലതാണ്. വിഷ്ണു സഹസ്രനാമം കേൾക്കാം. അതല്ലെങ്കിൽ ചൊല്ലാൻ പറ്റുന്നവർ തീർച്ചയായിട്ടും വിഷ്ണു സഹസ്രനാമം ചൊല്ലാൻ ശ്രമിക്കണം. ഇനി മകരം രാശി. ഉത്രാടത്തിൻ്റെ 1/4 ഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ 1/4 ഭാഗം ചേർന്ന മകരം രാശിക്കാർക്ക് 6-ൽ നിന്നും 7-ലോട്ടാണ് വ്യാഴം മാറുന്നത്. വളരെയധികം നല്ലതാണ്. 6-ൽ നിന്ന് 7-ലോട്ടാണ് മാറുന്നത്. ഇത് വളരെ നല്ലതാണ്. അതുമാത്രവുമല്ല, 7-ാം ഭാവത്തിൽ ഉച്ചസ്ഥിതിയിലാണ് വ്യാഴത്തിൻ്റെ സഞ്ചാരം. ഇത് നിങ്ങൾക്ക് എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യങ്ങളെ കൊണ്ടുവന്ന് തരും. നിങ്ങൾ ഒരൊറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. എല്ലാ ദിവസവും ഭഗവാന് മുൻപിൽ ഒരു നെയ്വിളക്ക് കത്തിച്ചു വെച്ച് 11 പ്രാവശ്യമെങ്കിലും, ഞാൻ അവസാനം ഒരു മന്ത്രം പറയുന്നുണ്ട്, അത് ചൊല്ലാനായിട്ട് ശ്രമിക്കുക. അടുത്തത് കുംഭം രാശി. അവിട്ടത്തിൻ്റെ അര, ചതയം, പൂരുരുട്ടാതി നക്ഷത്രങ്ങൾ ചേർന്ന കുംഭം രാശിക്കാർക്ക് വ്യാഴം 5-ൽ നിന്നും 6-ലോട്ടാണ് മാറുന്നത്. അനിഷ്ടഭാവത്തിലോട്ടാണ് വ്യാഴത്തിൻ്റെ മാറ്റം. പക്ഷേ 2, 5, 10 ഭാവങ്ങളിലോട്ട് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുള്ളതുകൊണ്ടും വ്യാഴം ഉച്ചത്തിലായതുകൊണ്ടും വലിയ ദോഷങ്ങൾ നിങ്ങളെ ബാധിക്കില്ല. തീർച്ചയായിട്ടും എപ്പോഴും കഴിയുന്നതും ഓം നമോ നാരായണായ എന്നുള്ള മന്ത്രം എത്ര പ്രാവശ്യം ജപിക്കാൻ പറ്റുമോ അത്രയും പ്രാവശ്യം ജപിക്കണം. നാരങ്ങ, മഞ്ഞൾ ദാനം കൊടുക്കുന്നതും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പ്രദക്ഷിണം ചെയ്യുന്നതും വളരെ വളരെ നല്ലതാണ്. ഇനി അവസാനത്തെ രാശിയായ മീനം രാശിയിൽ ഉൾപ്പെട്ട പൂരുരുട്ടാതിയുടെ 1/4 ഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങൾക്ക് 4-ൽ നിന്ന് 5-ലോട്ടാണ് വ്യാഴം മാറുന്നത്. വളരെ വളരെ നല്ല സമയമാണ്. ഉയർച്ചയുണ്ടാകും. അതേപോലെ തന്നെ ഇഷ്ടസ്ഥാനത്തിൽ ഉച്ചസ്ഥായിട്ടാണ് വ്യാഴം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്ര നാളും സന്താനങ്ങളില്ലാതെ വിഷമിച്ചിരുന്നവരൊക്കെ ഈ ഒരു സമയത്ത് സന്താന സൗഭാഗ്യത്തിനായിട്ട് ശ്രമിച്ചാൽ തീർച്ചയായും വ്യാഴത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകും. സന്താന ഗോപാല മന്ത്രം ചൊല്ലുന്നതും അതിനുള്ള അർച്ചന ക്ഷേത്രത്തിൽ നിങ്ങൾ കഴിപ്പിക്കുന്നതുമൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ തരും. വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം കഴിപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ ഈ ഒരു നല്ല ഫലങ്ങളെ കൂട്ടിയിരിക്കും. പറഞ്ഞു, ഗുണമുള്ളവരാണെങ്കിലും ദോഷമുള്ളവരാണെങ്കിലും നിങ്ങൾ ഈ ഒരു മന്ത്രം, ഇതെല്ലാവർക്കും പൊതുവായിട്ട് ചൊല്ലാൻ പറ്റുന്ന മന്ത്രമാണ്. ഈ ഒരു മന്ത്രം എല്ലാ ദിവസവും നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങളിലുള്ള ഗുണത്തെ വളരെയധികം കൂട്ടിയെടുക്കാനും ദോഷം ഉള്ളവർക്ക് ആ ഒരു ദോഷകാഠിന്യം കുറച്ച് ഐശ്വര്യമുണ്ടാവാനും സഹായിക്കുന്നതാണ് ഈ ഒരു വിഷ്ണു മന്ത്രം എന്ന് പറയുന്നത്. ഇത് രാവിലെയോ വൈകിട്ടോ നിങ്ങൾക്ക് ജപിക്കാം. ഭഗവാന് മുൻപിൽ ഒരു നെയ്ദീപം കൊളുത്തി വെച്ച് തുളസിയില സമർപ്പിച്ച് നിങ്ങൾക്ക് ചൊല്ലിയാൽ വളരെ വളരെ നല്ലതാണ്. ഇപ്പോൾ ദാമോദര മാസം നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവരും ഭഗവാൻ ആരതി എടുക്കുന്നുണ്ടായിരിക്കും. ആ ഒരു ആരതി എടുപ്പ് തീർച്ചയായും നിങ്ങളിലെ ദോഷത്തെക്കുറിച്ച് ഗുണത്തെ കൂട്ടിത്തരും. ഒപ്പം തന്നെ നിങ്ങൾ ഈ ഒരു മന്ത്രവും കൂടി ചൊല്ലാനായിട്ട് ശ്രമിച്ചുകൊള്ളൂ.
മന്ത്രം എന്ന് പറയുന്നത് ഇതാണ്: ഓം കേശവായ നമ, ഓം നാരായണായ നമ, ഓം മാധവായ നമ, ഓം ഗോവിന്ദായ നമ, ഓം വിഷ്ണവേ നമ, ഓം മധുസൂദനായ നമ, ഓം ത്രിവിക്രമായ നമ, ഓം വാമനായ നമ, ഓം ശ്രീധരായ നമ, ഓം ഋഷികേശായ നമ, ഓം പത്മനാഭായ നമ, ഓം ദാമോദരായ നമ. ഇതാണ് മന്ത്രങ്ങൾ. ഇത് ആക്ച്വലി ഒറ്റ പ്രാവശ്യം നമ്മൾ ചൊല്ലുമ്പം 12 നാമങ്ങൾ ഒരു തവണ ചൊല്ലിത്തീർത്തു. അങ്ങനെ 9 പ്രാവശ്യം ചൊല്ലിയാൽ ടോട്ടൽ നമ്മൾ 108 പ്രാവശ്യം ചൊല്ലിത്തീരും. അങ്ങനെ എല്ലാ ദിവസവും നിങ്ങൾ ഒക്ടോബർ 18 മുതൽ ഡിസംബർ 5 വരെ എല്ലാ ദിവസവും 9 തവണ ഈ ഒരു മന്ത്രം ചൊല്ലുക. നിങ്ങളിലുള്ള ഗുണാനുഭവങ്ങളെ കൂട്ടിയെടുക്കാനും ദോഷമുള്ളവർ ആ ഒരു ദോഷത്തെ കുറയ്ക്കാനും ഈ ഒരു മന്ത്രം സഹായിക്കും. ഇത് ഭഗവാന്റെ 12 നാമങ്ങളാണ്. ഈ നാമങ്ങൾ ചൊല്ലുന്നവരെ ഭഗവാൻ എപ്പോഴും സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയും അവർക്ക് ഭാഗ്യത്തെ നൽകുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് കഴിയുന്നതും എല്ലാവരും ഈ ഒരു മന്ത്രം, അതായത് ഞാൻ നിങ്ങൾക്ക് ഓരോ രാശിക്കും പ്രത്യേകം ചെയ്യേണ്ടുന്ന കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു എങ്കിലും അത് ചെയ്യാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം മാത്രം ജപിച്ചാൽ മതിയാവും. അത് ചെയ്തുകൊണ്ട് ഇത് ചൊല്ലിയാലും നിങ്ങൾക്കുള്ള ഭാഗ്യത്തെ കൂട്ടാനും ദോഷത്തെ കുറയ്ക്കാനും പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.